ശല്യം ചെയ്യുന്നത്? തനിക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാവത്തില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. പിന്നെയും പിന്നെയും പിന്നെ എന്തിനാ താൻ എങ്ങനെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് മൊത്തിയായി. ഇനി മേലെ എന്നെ ഇങ്ങനെ വിളിച്ചേക്കരുത്. എടോ, ഇന്നെല്ലാം ചാടോ? കുറെ നേരം ആയല്ല. ഞാൻ ചാടാൻ നിൽക്കുന്നൊന്നല്ല. എന്തൊരു അഭിനയം! താൻ മരിക്കാൻ പോവാൻ തോന്നുകയില്ല. സോ നാച്ചുറൽ. താനാരാ ഇയാളുടെ പണി നോക്കി പോയേ? എന്റെ പൊന്നു ബ്രോ, ഒന്ന് ഇറങ്ങി വരുമോ? തന്നെ കൊണ്ട് പറ്റില്ലടോ മരിക്കാനൊന്നും. ഒന്ന് പോയടി. ഓ ഈ കിഴങ്ങൻ. എന്താ? ഏയ് ഒന്നുമില്ല, കൂടെ മരിക്കാൻ വന്നതാ. തനെന്താ ആളെ കളിയാക്കാണോ? ഓഹോ, തനിക്ക് മരിക്കാം, ഞാൻ മരിച്ചാ പ്രശ്നം. അത് കൊള്ളാലോ. ഞാൻ എന്തായാലും താൻ ചാടുമ്പോൾ കൂടെ ചാടും. ഷോ, ഇത് വലിയ ശല്യമായല്ലോ. ഒന്ന് ചാടി ചാവാന്നോർത്ത് അതിനും സമ്മതിക്കത്തില്ലേ? പുല്ല്. ബ്രോ, എടാ നിക്ക്. എന്റെ പൊന്നു ബ്രോ, എന്താ തന്റെ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാനിതിനെ തന്നോട് പറയണത്. അത് ശരി. അതെ, ഞാൻ പോലീസാ. ആത്മഹത്യാശ്രമം കുറ്റമെന്ന് എനിക്കറിയില്ലേ? ഞാൻ കേസെടുക്കും. മാഡം മാഡം പ്ലീസ് മാഡം, കേസൊന്നും എടുക്കരുത് മാഡം. പ്ലീസ് മാഡം, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. എടോ, തന്റെ പേരെന്താ? ഹരി. താനെന്ത് പേടിത്തുറിയാടോ? മരിക്കാൻ തീരുമാനിച്ച താനാണോ ഇങ്ങനെ അടുത്ത് പേടിക്കുന്നേ? അത് പിന്നെ കഷ്ടം. ഇതാണോ ഞാൻ പറഞ്ഞത് എനിക്ക് സൂയിസൈഡ് ചെയ്യാനൊന്നും കഴിയില്ലെന്ന്? എടോ, താൻ കരയാണോ? എടോ, എന്താ തന്റെ പ്രശ്നം? ചെറുപ്പത്തിൽ അച്ഛനമ്മയും പോയി. ഫ്രണ്ട്സെന്നോ റിലേറ്റീവ്സെന്നോ അങ്ങനെ എനിക്ക് പറയാൻ ആരുമില്ല. അപ്പോഴാണ് കോളേജിൽ വെച്ച് ശ്വേതനെ കാണുന്നത്. കണ്ടു, സംസാരിച്ചു, ഫ്രണ്ട്സായി. ആ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമായി. അവക്കും എന്നോട് അങ്ങനെയാണെന്ന് കരുതുക. ഹരി, എനിക്ക് എന്നെ ഇഷ്ടമാ. പക്ഷെ അത് കല്യാണം കഴിച്ച് കൂടെ ജീവിക്കണം തരത്തിലുള്ള ഇഷ്ടമൊന്നുമല്ല. കോളേജ് സമയത്തൊരു ടൈം പാസ്, അതത്രേ ഉള്ളൂ. അല്ലാതെ താൻ കരുതുന്ന പോലെ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അതെന്താ എൻ്റെ കൂടെ അങ്ങനെ ഒരാളെയാണ് താൻ നോക്കുന്നതെങ്കിൽ ഓക്കെ ബൈ, നമുക്ക് പിരിയാം. ഇനി അതും പറഞ്ഞ് താൻ എൻ്റെ അടുത്ത് വരരുത്, ഓക്കെ? എനിക്കായിട്ട് ആരില്ലാത്ത ലോകത്ത് ഞാനിതിനെ വെറുതെ. എടോ, ഇതാണ് ലൈഫ്. ഈ ലൈഫ് എന്ന് പറയുന്നതേ ഹൈവേയിൽ ലിഫ്റ്റ് വയ്ക്കാൻ നിൽക്കുന്ന ഒരാളെ പോലെയാണ്. ചിലർ മൈൻഡ് പോലും ചെയ്യില്ല, ചിലർ തന്നെ കളിയാക്കി വിടും. വേറെ ചിലരുണ്ട് തന്നെ പകുതി വഴി കൊണ്ട് ഇറക്കി വിടും. പക്ഷെ വേറെ ചിലർ തനിക്ക് എവിടെയാണോ പോകേണ്ടതെന്ന് പോലും ചോദിക്കാണ്ട് അവിടെ വരെ കൊണ്ടുപോയി സേഫായിട്ട് ഇറക്കി വിടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ലിഫ്റ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിച്ച് തിരിച്ചു പോകരുത്. എടോ, തനിക്കും വരൂടെ ഒരാള് തനിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് പോലും ചോദിക്കാണ്ട് തന്നെ അവിടെ സേഫായിട്ട് കൊണ്ടുപോകുന്ന ഒരാൾ. ചിൽ ബ്രോ. മാഡം പോലീസ് എന്നല്ലേ പറഞ്ഞേ? ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുമല്ലേ? ഞാൻ പോലീസ് എന്നല്ലടോ, ഐ എം ഗോപിക. ഞാനൊരു സൈക്കോളജി സ്റ്റുഡൻ്റ്. ഓ, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ഇയാളെ പോലീസൊന്നും ഓ ആയിരിക്കില്ല. പിന്നെ ഞാൻ കണ്ടായിരുന്നു നേരത്തെ. അയ്യോ മാഡം, പ്ലീസ് മാഡം. ഹരിയുടെ പ്രശ്നം എന്താണെന്നറിയോ? തൻ്റെ സന്തോഷവും സങ്കടമൊന്നും കേൾക്കാൻ ആരുമില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ
തനിക്ക് ഈ സൂയിസൈഡ് ചെയ്യണമെന്നുള്ള തോട്ട് വരില്ലായിരുന്നു. എടോ, നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസ്, സന്തോഷം, സങ്കടം ഇതെല്ലാം കേൾക്കാൻ ആരെങ്കിലുമൊക്കെ വേണോടോ? ഈ സൂയിസൈഡ് കേസ് കൂടുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അവർ പറയുന്നത് കേൾക്കാൻ ആരും ടൈം കൊടുക്കാറില്ല. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ടൈം കൊടുത്തിരുന്നെങ്കിൽ അവരിന്ന് ജീവനോടെ ഉണ്ടായേനെ. എന്നെ പോലെ. ശരിയാ. എടാ, തൻ്റെ ഫോണും തന്നെ. ആ പിന്നെന്താ? ഇതാ എൻ്റെ നമ്പർ. ഓക്കെ തനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. ഓക്കെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ശരി ബ്രോ. എടാ, നമ്മളിങ്ങനെ കറങ്ങി നടന്നാൽ ശരിയാവില്ല. എൻ്റെ ചേട്ടൻ പോലീസിലാണ്. എങ്ങാനും പിടിച്ച സീനാവും. പോലീസോ? എന്താ? അതിന് നമ്മൾ അവോസ് ഒന്നും അല്ലല്ലോ. എടാ, അതിനിപ്പോൾ നീ ഇത്ര ടെൻഷൻ അടിക്കണ എന്തിനാ? നമുക്ക് ഒളിച്ചോടി കല്യാണം കഴിച്ചാൽ പോരെ? അല്ല, പെട്ടെന്ന് ഒരു വിളിച്ചോട്ടെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു ലിവിങ് ടുഗദറാണ് ഉദ്ദേശിക്കുന്നത്. അയ്യടാ, നീ എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കുമല്ലേ? കഷ്ടം. എടാ, അതെന്റെ ഫ്രണ്ടാണോ? കുറെ നേരം ആയല്ലോ. എന്തായാലും ചോദിക്കണ്ടേ? കുറെ നേരം ആയാലും താൻ പുറകെ കിടക്കണത്. ഡോ, എന്താ എന്റെ കുഴപ്പം? എന്താ നിങ്ങളെ പെങ്ങളോ? താൻ എല്ലാ പെങ്ങന്മാരുടെ പുറകെ ഇങ്ങനെയാണോ നടക്കണത്? ദൈവദോഷം പറയല്ലേ, ഞാൻ 6 പുറകെ ഒലിപ്പിച്ച് കിടന്ന. പിന്നെ താൻ ആരുടെ പുറകെ നടന്നത്? ഇവനാ? ബ്രോ, സോറി ബ്രോ. Okay. ചേട്ടാ വാട്സാപ്പ് നമ്പർ തരുമോ? അത് ഞാൻ വാട്സപ്പ് ചെയ്തോളാം. എന്റെ നമ്പർ ഇവിടെ ഇല്ല. നിന്നെ പോലെ എത്തനാ. നിങ്ങൾ വന്നേ. എന്തിനാ കടന്ന് കിണക്കണെന്ന്? ഇല്ലടാ, ഞാൻ നേരത്തെ കാര്യം ആലോചിച്ചതാ. എടാ, നീ എന്തായാലും ഒറ്റയ്ക്ക് കിടക്കണല്ലേ? എന്നാ പിന്നെ നീ അവനെ നോക്കടാ. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നേക്കാളും ഭേദമാണ് എന്തായാലും അത്. ഒന്ന് പോയിടുന്നു. എടാ, നീ നിക്ക്. ഇന്ന് പണിയോ? എന്തൊരു ശരി. അപ്പൊ ഓക്കെ, ബൈ. അപ്പൊ ശരി, കാണാം. നീ വിളിച്ച ഫോൺ എടുക്കുന്നുണ്ടോ? ചേട്ടാ, എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞോട് കണ്ണി കണ്ടവന്മാരോട് നടക്കല്ലെന്ന്. എടാ, അവനൊരു പാവാടാ. പാവം ഗോപ് ഓരോരോ സെന്റിമെന്റ്സ് ആയിട്ട് വന്നോളും. ആരും ഇല്ലാത്ത വിഷമം അവന് നല്ലോണം അറിയാം. പിന്നെ എല്ലാരും ഉണ്ടായിട്ട് ആരും ഇല്ലാത്ത വിഷമം എനിക്കും. ഹലോ. കല്യാണി വെച്ച വെച്ച ചിങ്കാരി തച്ച തച്ച ഹരി, പാട്ട് വേണ്ട. അതെന്താ? കോപ്പറേറ്റ് അടിക്കും. ഓ ഷെറ്റ്, മൂഡ് പോയി. അപ്പോൾ നാളെ എന്തിനാ പരിപാടി? നാളെ പരിപാടിയൊന്നുമില്ല. എന്നാ നമുക്ക് ബീച്ച് വരെ ഒന്ന് പോയാലോ? പിന്നെന്താ, പോവാലോ. പക്ഷെ പാട്ട് പാടരുത്. അതെന്താണ്? അവിടെ എനിക്ക് പാടാൻ പറ്റില്ലേ? പോടാ. ഓക്കെ.
എടോ താനൊന്ന് എഴുന്നേക്കോ? എന്തിനാടാ? ആ എഴുന്നേക്ക് പറയാന്ന്. ഉം. ഇനിയാ കണ്ണൊന്ന് അടച്ചേ. എന്തിനാന്ന്? ആ അടയ്ക്ക് പറയാന്ന്. ഉം. ഗോപിക എടോ എന്താണ്? എടോ താൻ പറഞ്ഞിട്ടില്ലേ നമ്മളോടും ക്ഷണിക്കാതെ നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നു, നമ്മുടെ ലൈഫ് മാറുമെന്നൊക്കെ. ഉം. ഞാൻ പോലും ക്ഷണിക്കാതെ വന്ന ആളാണോടെ താൻ. അതുകൊണ്ട് എടോ എനിക്ക് തന്നെ ഇഷ്ടമാണോ? ശ്ശെ. ഗോപിയ ഹരി, മാറ്. മാറ് നിക്ക് ഹരി. നിക്ക് അവിടുന്ന്. എടാ തന്നോടൊക്കെ എന്താ പറയണ്ടേ? ഒരു പെണ്ണത് അത്യാവശ്യം ക്ലോസ് ആയിട്ട് സംസാരിച്ചാ ഒന്ന് അടുത്തിരുന്ന അതാ പ്രേമം കോപ്പാന്നൊക്കെ വിചാരിക്കോ? എടോ ഞാനൊന്ന് പറയാൻ വരുവാന്നു, മുഴുവനായിട്ടൊന്ന് പറയട്ടോ. ഹരി, എനിക്ക് പോണം. ഗോപി ഹേ ബ്രോ, ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന സ്വഭാവം മാറിയിട്ടില്ലല്ലേ? എന്താ? നാളെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങും. താൻ ഈ പറഞ്ഞ കാര്യം നമുക്കൊന്ന് ആലോചിക്കാം. എന്താ പറഞ്ഞേ? ആലോചിക്കാന്നല്ലേ? താനിപ്പോ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കാം. അപ്പോ കുറേ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട.